ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും മൗനരാഗത്തിന്റെ പുതിയൊരു റിവ്യൂയിലേക്ക് സ്വാഗതം. അങ്ങനെ നമ്മുടെ സരയു ആണെങ്കിൽ ആകെ ദേഷ്യപ്പെട്ട് കൊലതുള്ളി നടക്കുകയാണ്. മനോഹരന്റെ ജീവനെ എത്രയും വേഗം എടുക്കണം, അവനെ തിരിച്ച് ജയിലിലോട്ട് പോകുന്നതിന് മുമ്പ് അവനെ കൊല്ലണം എന്നൊരൊറ്റ ആഗ്രഹം കൊണ്ട് നടക്കുകയാണ്. എന്തായാലും കല്യാണിയും അതുപോലെ തന്നെ കിരണും മനോഹറിന് സംരക്ഷണം നൽകാൻ സരയു അറിയാതെ അവന് വേണ്ട സംരക്ഷണങ്ങളെല്ലാം തന്നെ നൽകുകയും ചെയ്യുന്നുണ്ട്. അങ്ങനെ മനോഹറിനെ കാണാൻ കിരൺ വരികയാണ്. കിരൺ പറയുന്നുണ്ട്, എടാ നിന്റെ കുഞ്ഞിനെ നിനക്ക് കാണിച്ചു തരാൻ പറ്റാത്തത് നല്ല വിഷമമുണ്ട്. പക്ഷേ അവൾ ഇതേത് ഇപ്പോഴും നിന്നെ കൊല്ലാൻ വേണ്ടി ആളെ വിട്ടായിരുന്നു. ഒരു തലനാരിഴയ്ക്കാണ് ആദ്യം നിന്നെ കൊല്ലാൻ വിട്ടപ്പോൾ കല്യാണിയാണ് അത് കണ്ടത്. ഇപ്പോൾ ഇതേ കൊല്ലാൻ വന്നപ്പോൾ ഞാൻ കണ്ടു. അങ്ങനെ 2 പ്രാവശ്യം നീ രക്ഷപ്പെടുകയായിരുന്നു. എന്തായാലും ഇനിയും അവൾ ആൾക്കാരെ വിടും. നീ ഒന്ന് സൂക്ഷിക്കുന്നത് നന്നായിരിക്കും. ഇനിയിപ്പോ നീ ജയിലിലോട്ട് പോയി കഴിഞ്ഞാലും അവിടെ ആയാലും അയാളുണ്ടാകും, സരയുവിന്റെ അച്ഛൻ. അങ്ങനെ സരയുവിന്റെ അച്ഛൻ നിന്നെ അവിടെ വെച്ച് കൊല്ലാനും സാധ്യതയുണ്ട്, അതുകൊണ്ട് നീ സൂക്ഷിക്കണം കേട്ടോ എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ്. അങ്ങനെ അതിനുശേഷം നമ്മുടെ മനോഹർ തന്നെ പറയുന്നുണ്ട്, വേണ്ട സാറേ, എനിക്ക് എൻ്റെ കുഞ്ഞിനെ കാണണ്ട. എൻ്റെ കുഞ്ഞിനെ കാണിച്ചത് കൊണ്ട് ഇനി അത് വലിയൊരു ബുദ്ധിമുട്ടാവേണ്ട. ഞാൻ എൻ്റെ കുഞ്ഞിനെ കാണില്ല എന്നിങ്ങനെ പറയുന്നുണ്ട്. അങ്ങനെ ഏറ്റവും വലിയൊരു ആഗ്രഹം എന്ന് പറയുന്നത് അവൻ്റെ കുഞ്ഞിനെ കാണണമെന്ന ആഗ്രഹമാണ്. അത് അവർക്ക് തന്നെ ദോഷം ചെയ്യും, കുഞ്ഞിന് തന്നെ അത് ദോഷം ചെയ്യും. പിന്നെ കുഞ്ഞിനെ സ്നേഹിക്കുന്നവർക്ക് കൂട്ടത്തിൽ അത് ദോഷം ചെയ്യുന്നു മനസ്സിലാക്കിയിട്ടാണ് മനോഹർ അങ്ങനെ ഒരു തീരുമാനം എടുക്കുന്നത്. എന്തായാലും ആ ഒരു തീരുമാനം കല്യാണിയെയും കിരണിനെയും വേദനിപ്പിക്കുകയും ചെയ്യുന്നുണ്ട്. നമ്മൾക്ക് അത് ചെയ്തു കൊടുക്കാൻ സാധിച്ചില്ലല്ലോ, എത്ര പ്രാവശ്യം നമ്മൾ ശ്രമിച്ചതാണ്, എന്നിട്ടും പറ്റിയില്ല. എന്തായാലും മനോഹറിന്റെ മാറ്റം അത് സത്യസന്ധമായി തന്നെയാണ്. ഇപ്പോൾ സരയു പറയുന്നത് പോലെ അവനൊരു ദ്രോഹി തന്നെയായിരുന്നു. പക്ഷെ ഇപ്പോൾ അങ്ങനെയല്ല, അവൻ്റെ മനസ്സിൽ നന്മയുണ്ട്. അതുകൊണ്ടാണല്ലോ മറ്റുള്ളവർക്ക് ദ്രോഹം വരാതിരിക്കാനും കുഞ്ഞിൻ്റെ സംരക്ഷണമൊക്കെ നോക്കിയിട്ട് അവൻ കുഞ്ഞിനെ കൊണ്ടുവരണ്ട, ഏറ്റവും വലിയ ആഗ്രഹമായ അവൻ്റെ കുഞ്ഞിനെ കൊണ്ടുവരണ്ട എന്ന് പറഞ്ഞത് എന്നൊക്കെ ഇങ്ങനെ കല്യാണി പറയുന്നുണ്ട്. എന്തായാലും നമ്മുടെ കല്യാണിക്ക് പറയുകയാണ്, എന്തായാലും അവൻ ജയിലിലോട്ട് പോകട്ടെ, അങ്ങനെയാണെങ്കിൽ കുഞ്ഞിനെ കാണിച്ചു കൊടുക്കാൻ തന്നെയാണ് എൻ്റെ ആഗ്രഹം. ജയിലിലോട്ട് പോയിട്ടാണെങ്കിലും കാണിച്ചു കൊടുക്കാം. പക്ഷേ ഈ സരയുവിന്റെ അച്ഛനെ അറിയിക്കരുത് എന്ന് അവനോട് പ്രത്യേകം പറയണം, ആരോടും പറയരുത് എന്ന് പ്രത്യേകം പറയണം എന്നൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ കിരൺ പറയാണ്, ഇനിയിപ്പോൾ അവൻ അവിടെ ചെന്ന് കഴിഞ്ഞാലും അവനെ സരയുവിന്റെ അച്ഛൻ കൊല്ലും ചിലപ്പോൾ ഇനിയും അവനെ ആക്രമിക്കാൻ ശ്രമിക്കും. ഇവർ രണ്ടുപേരും 2 ജയിലിലായി കഴിഞ്ഞാൽ ഒരു സമാധാനമാകും. തന്നെയല്ല, ഇപ്പൊ മനോഹറിന്റെ തലയ്ക്ക് അയാൾ അടിച്ചത് കൊണ്ട് തന്നെ അയാൾക്ക് ജയിൽ ശിക്ഷ കാലാവധി കൂട്ടാനുള്ള സാധ്യതയുമുണ്ട്. അതുപോലെ തന്നെ ഇവന്റെ ഈ ഒരു അവസ്ഥയും കാര്യങ്ങളും കണക്കിലെടുത്ത് ഇവന്റെ ശിക്ഷ കുറയാനുള്ള സാധ്യതയൊക്കെ ഉണ്ട്. ഇനിയിപ്പൊ അങ്ങനെ കുറയുകയാണെങ്കിൽ തന്നെ ഇവൻ പുറത്തിറങ്ങുകയാണെങ്കിൽ അവനെ സംരക്ഷിക്കാൻ എന്ത് സഹായം വേണമെങ്കിലും ചെയ്യാനും ഈ കിരണും കല്യാണിയും തയ്യാറാണെന്ന് മനോഹറിനോട് നേരിട്ട് പറയുകയും ചെയ്യുന്നുണ്ട്. അമലു ആണെങ്കിൽ കൂടുതൽ ഗംഗയോട് അടുക്കുകയാണ്, മരുന്നൊക്കെ വെച്ച് പുരട്ടുകയും അതുപോലെ തൈലം തടവി കൊടുക്കുകയും അങ്ങനെ അവർ തമ്മിൽ ഭയങ്കരമായിട്ടുള്ള ഒരു സ്നേഹം, ഒരു കരുതൽ അവളുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നുണ്ട്. അമലിന്റെ മനസ്സെന്തായാലും ഇളകി തുടങ്ങിയിട്ടുണ്ട്. അങ്ങനെ അമല് ചോദിക്കുന്നുണ്ട്, എന്നെ ഈ കാട്ടിൽ നിന്ന് കൊണ്ടുപോയി, എനിക്ക് നാടൊക്കെ കാണാൻ ഒരുപാട് ഇഷ്ടമാണ്, പട്ടണമൊക്കെ കാണാൻ ഒരുപാട് ഇഷ്ടമാണ്, എന്നെ കല്യാണം കഴിക്കുമോ എന്നുള്ള കാര്യങ്ങളൊക്കെ ഇങ്ങനെ ചോദിക്കുകയാണ്. എന്തായാലും ഗംഗ ആ ഒരു അവസരം മുതലെടുക്കുക തന്നെയാണ് ചെയ്യുന്നത്. ഗംഗ അവളെ നെഞ്ചിലോട്ട് വലിച്ചിടുകയും അവളെ ഇങ്ങനെ കെട്ടിപ്പിടിച്ച് കിടക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. അതേ സമയത്താണെങ്കിൽ നമ്മുടെ കല്യാണിയെ സ്വപ്നം കാണുന്നുണ്ട്. ഈ പറയുന്ന ഗംഗയും അതുപോലെ തന്നെ ഈ അമലവും കൂടിയിട്ട് ഇങ്ങനെ ഒന്നിച്ച് നിൽക്കുകയാണ്. അപ്പോൾ അമ്പ ചെയ്യാൻ പഠിപ്പിക്കുന്നുണ്ട് അമലു. അങ്ങനെ കിരൺ അവിടേക്ക് പെട്ടെന്ന് വരികയും ആ കാടിൻ്റെ ഉള്ളിലേക്ക് വരികയും കിരണിനെ അമ്പ ചെയ്ത് വീഴ്ത്തുകയും കിരൺ അവിടെ ചോരയിൽ കിടക്കുന്ന ഒരു ഭാഗമൊക്കെ നമ്മുടെ കല്യാണി സ്വപ്നം കണ്ടതാണ്. കല്യാണി ചാടി എഴുന്നേൽക്കുകയും ചെയ്യുന്നുണ്ട്. അങ്ങനെ അതിനുശേഷമാണെങ്കിൽ അവള് ആ ഒരു കാര്യം കിരണിനോട് പറയുകയും ചെയ്യുകയാണ്. എന്തായാലും കല്യാണിയുടെ ഈ ഒരു സ്വപ്നം, നീ എന്താ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് സ്വപ്നം കാണുന്നത്? അങ്ങനെ ആ ഒരു സ്വപ്നം എല്ലാവർക്കിടയിലും ചർച്ചയാവുകയാണ്. നമ്മുടെ ഇവളാണെങ്കിലും നമ്മുടെ ലക്ഷ്മി അമ്മയും അതുപോലെ തന്നെ കാർത്തികയും കൂടി സംസാരിക്കുന്നുണ്ട് ഈ ഒരു കാര്യം. അങ്ങനെ അവൻ രക്ഷപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒരിക്കലും അവൻ രക്ഷപ്പെടാൻ പാടില്ല. അവൻ രക്ഷപ്പെട്ടിട്ടുണ്ടെങ്കിൽ അവൻ എന്തായാലും ഇനിയും വരാൻ സാധ്യതയുണ്ട്. കല്യാണിയുടെ സ്വപ്നങ്ങളൊന്നും തന്നെ അത് വെറുതെ ആവാറില്ല. ഇവൾ ഇങ്ങനെ ഒരു സ്വപ്നം കാണുന്നു, ഇടയ്ക്കിടയ്ക്ക് സ്വപ്നം കാണുന്നുണ്ട്, അതുകൊണ്ട് നമ്മളൊന്ന് സൂക്ഷിച്ചിരിക്കണം എന്നൊക്കെ ഇങ്ങനെ പറയാണ്. അതിനുശേഷം ഈ പറയുന്ന പ്രകാശിനെ കുറിച്ചും പറയുന്നുണ്ട്. അപ്പോൾ അതായത് കല്യാണിയുടെ അമ്മ മരണപ്പെട്ടതിന് ശേഷം
അച്ഛന് ജീവിക്കണം എന്നൊരു ആഗ്രഹമില്ല അമ്മേ എന്നിങ്ങനെ കാർത്തിക ലക്ഷ്മി അമ്മയോട് പറയുകയാണ്. എന്തായാലും അച്ഛൻ മലയ്ക്ക് പോകാൻ വേണ്ടി മാല കിട്ടിയിരിക്കുകയാണല്ലോ എന്ന് പറയുന്നുണ്ട്. അതുപോലെ തന്നെ മലയ്ക്ക് പോകാൻ വേണ്ടിയിട്ട് അവർ കെട്ട് നിറയ്ക്കുന്ന ഒരു കാഴ്ചയ്ക്കാണ് കാണുന്നത്. എല്ലാവരും വന്നിട്ടുണ്ട്. അപ്പോൾ കെട്ട് നിറച്ച് നമ്മുടെ പ്രകാശൻ മലയ്ക്ക് പോകുന്ന ഒരു ഭാഗവുമാണ് വന്നിട്ടുള്ളത്. അതുപോലെ തന്നെയാണെങ്കിൽ ഈ പറയുന്ന ഇവനാണെങ്കിലും, അതായത് ഈ ഗംഗയുടെയും അതുപോലെ തന്നെ അമലുവിൻ്റെയും ഈ പ്രവൃത്തി ഒരു അടുപ്പവും കാര്യങ്ങളൊക്കെ അതൊട്ടും ഇഷ്ടപ്പെടാതെ നിൽക്കുകയാണ് വേലു. അപ്പോൾ വേലു ആണെങ്കിലും വന്നിട്ട് പറയാണ്, അതെ ഇവർ ഉള്ള അടുപ്പവും കാര്യങ്ങളൊന്നും തീരെ ഇഷ്ടപ്പെടുന്നില്ല, എനിക്ക് നന്നായി ഒന്ന് സൂക്ഷിക്കണം, നന്നായിരിക്കും എന്നുള്ള കാര്യമൊക്കെ പറയുകയാണ്. അതുപോലെ തന്നെ നമ്മുടെ ഈ കല്യാണി സ്വപ്നം കണ്ടതുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ കിരൺ കാര്യങ്ങളൊക്കെ പോലീസ് സ്റ്റേഷനിൽ വിളിച്ചറിയിക്കുന്നുണ്ട്. പോലീസുകാർ പെട്ടെന്ന് തന്നെ അവിടുത്തെ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റിൽ അറിയിക്കുകയും അവരോട് ഇങ്ങനെ ഒരാൾ അവിടെ വന്ന് പെട്ടിട്ടുണ്ടോ കാടൊന്ന് സെർച്ച് ചെയ്യാൻ ആവശ്യപ്പെടുകയും ചെയ്യുന്നുണ്ട്. അങ്ങനെ അവരവിടെ വന്ന് അന്വേഷിക്കുന്നുണ്ട്. ഫോറസ്റ്റുകാർ അന്വേഷിക്കുകയാണ്. അപ്പോൾ ഫോറസ്റ്റ് ഉദ്യോഗസ്ഥർ അന്വേഷിക്കുന്ന വേലുവിനെ കാണുന്നുണ്ട് അവിടെ വെച്ചിട്ട്. അപ്പോൾ വേലുവിനോട് ചോദിക്കുകയാണ്, ഇങ്ങനെ ആരെങ്കിലും ഇവിടേക്ക് വന്ന് പെട്ടിട്ടുണ്ടോ എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ ആരാ എന്ന് ചോദിക്കുന്ന സമയത്ത് അവൻ അവിടെ നാട്ടിലെ അവരൊരു കൊലയാളിയാണ്, അവൻ രക്ഷപ്പെട്ടു പോകുന്നതാണ്, എത്രയോ ആൾക്കാരെ കൊന്ന ഒരു വലിയൊരു ക്രിമിനലാണ് അവൻ എന്നുള്ള കാര്യങ്ങളെല്ലാം തന്നെ വേലുവിനോട് പോലീസ് പറയുകയാണ്. അപ്പോൾ വേലുവിന് പക്ഷേ പറയണമെന്ന് ആഗ്രഹമുണ്ട്, പക്ഷേ അപ്പോഴും മറച്ചു വെക്കുകയാണ്. ഇല്ല, ഇങ്ങനെ ഒരാളിവിടെ ഇല്ല എന്നാണ് വേലു മറുപടി പറയുന്നത്. എന്തായാലും കേട്ട പാതി കേൾക്കാത്ത പാതി ഓടി വന്നിട്ട് മൂപ്പനോട് ഈ ഒരു കാര്യം പറയുന്നുണ്ട്. ദേ ഇങ്ങനെ ഒരാളെ അന്വേഷിച്ച് ഇങ്ങനെ ഒരാളെ കുറിച്ച് അന്വേഷിച്ചിരുന്ന ഫോറസ്റ്റുകാർ വന്നിട്ടുണ്ടായിരുന്നു എന്ന് പറയുമ്പോൾ, ഒരു കാരണവശാലും ഇവിടെയുള്ള നമ്മുടെ വിനായകനെ പറ്റി നീ പറയരുത്, നീ പറഞ്ഞായിരുന്നു എന്ന് ചോദിക്കുകയാണ് മൂപ്പൻ. ഇല്ല, ഞാൻ പറഞ്ഞില്ല എന്ന് പറയുന്നുണ്ട്. വേണ്ട, പറയണ്ട, അവൻ ശത്രുക്കളുടെ കയ്യിൽ നിന്ന് അവൻ രക്ഷപ്പെട്ടു പോകുന്നതാണ്. അങ്ങനെയാണെങ്കിൽ ഒരു പക്ഷെ നമ്മൾ ഇത്രയും ദിവസം നമ്മൾ കഷ്ടപ്പെട്ടതൊക്കെ വെറുതെ ആവും, വീണ്ടും അവൻ മരണത്തിന് കീഴടങ്ങേണ്ടി വരും, അതുകൊണ്ട് ഒരിക്കലും പറയരുത് എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് വേലുവിനോട്. അപ്പോൾ വേലു പറയുന്നുണ്ട്, ഞാൻ പറഞ്ഞിട്ടില്ല, പക്ഷേ ഇവിടെ വന്നിരിക്കുന്ന ഈ വിനായകൻ എന്ന് പറയുന്നത് അവൻ പറഞ്ഞിട്ടുള്ള അറിവല്ലേ നമുക്കുള്ളൂ, അവൻ എങ്ങനെയുള്ള ആളാണെന്ന് നമുക്കറിയില്ലല്ലോ മൂപ്പ, അതുകൊണ്ട് അതിനെക്കുറിച്ച് അന്വേഷിക്കുന്നത് നന്നായിരിക്കും. പിന്നെ ഞാൻ പറയുന്നത് മൂപ്പന് ഇഷ്ടപ്പെടില്ല, മൂപ്പൻ്റെ മകളുമായിട്ട് അവൻ്റെ അത്ര നല്ല ബന്ധത്തിലല്ല അവൾ കൂടുതൽ അയാളിലേക്ക് അടുക്കുന്നതായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട് എന്നുള്ള കാര്യമൊക്കെ ഇങ്ങനെ പറയുകയാണ്. അപ്പം അങ്ങനെ ആ സമയത്ത് വേലുവിനോട് ദേഷ്യപ്പെടുന്നുണ്ട് നമ്മുടെ മൂപ്പന്. അതുപോലെ തന്നെ അവഗണന നല്ല രീതിയിൽ കൊടുക്കുകയാണ് അമലു വേലുവിനുമായിട്ട്. അതിനുശേഷമാണെങ്കിൽ എന്തായാലും അടുത്തു തന്നെ കാര്യങ്ങളൊക്കെ എല്ലാവരും അറിയും. നമ്മുടെ വേലു അവിടെ നിന്നും രക്ഷപ്പെട്ട് പോകാൻ നിൽക്കുന്ന സമയത്ത് തന്നെയായിരിക്കും കാര്യങ്ങളൊക്കെ തിരിച്ചറിയുന്നത്. അതുപോലെ തന്നെ വേലു അല്ല നമ്മുടെ വേലു എന്ന് പറയുന്ന ഗംഗയെ പിടികൂടുന്നുണ്ട്. വിനായകനെ എല്ലാവരും ചേർന്ന് ഫോറസ്റ്റുകാരും പോലീസുകാരൊക്കെ ചേർന്ന് പിടികൂടുന്നുണ്ട്. അപ്പോഴായിരിക്കും ഇവർ സത്യങ്ങളൊക്കെ തിരിച്ചറിയാൻ പോകുന്നത്. വിനായകൻ എന്ന് പറയുന്നത് ഏറ്റവും കൊള്ളരുതാത്തവൻ ഒരുത്തനായിരുന്നു എന്ന്. എന്തായാലും വിനായകൻ ഇങ്ങനെ ഒരാളാണെന്ന് മനസ്സിലാക്കിയിട്ട് അവന്റെ കാരണം നോക്കി ആദ്യം പുകയ്ക്കുന്നത് അമലു തന്നെയായിരിക്കും. അതുപോലെ തന്നെ അമലു നമ്മുടെ വേലുവുമായിട്ട് നല്ല ഒരു ജീവിതം. അപ്പോൾ എന്തായാലും അമലുവിനെ പുറത്തു നിന്ന്, അതായത് പട്ടണത്തിൽ നിന്ന് ആരോ വന്നിട്ടാണ് വിവാഹം കഴിക്കാൻ പോകുന്നത് എന്ന് ഏതൊരു അമ്മ അവരോട് പറഞ്ഞിട്ടുണ്ടെന്നൊക്കെ നമ്മുടെ ഇവളിങ്ങനെ അമലു ഗംഗയോട് പറയുന്ന ഭാഗമുണ്ട് അതിൻ്റെ ഇടയിൽ. അപ്പോൾ നമുക്ക് ഈ വേലു ആയിരിക്കില്ല ഒരു പക്ഷേ അമലുവിനെ വിവാഹം കഴിക്കാൻ പോകുന്നത്, അതൊരു പക്ഷെ നമ്മുടെ ഈ പറയുന്ന ബൈജുവോ മറ്റു ആരെങ്കിലും ആവാനും സാധ്യതയുണ്ട് കേട്ടോ. എന്തായാലും അങ്ങനെയൊക്കെ ഒരു ഭാഗമാണ് വരാൻ പോകുന്നത്, കാത്തിരുന്ന് കാണാം. ഈ റിവ്യൂ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഓക്കെ ഫ്രണ്ട്സ്, ബൈ, താങ്ക് യു.